2020 ലോകകപ്പിൽ ഭാരതത്തിന് വിജയം. നെതർലൻഡ്സിനെ 17 റൺസിന് തോൽപ്പിച്ചു. 66 റൺസ് അടിച്ച് 2 വിക്കറ്റ് വീഴ്ത്തിയ ശിവം ദുബെയാണ് വിജയശില്പി. വരുൺ ചക്രവർത്തിക്ക് 3 വിക്കറ്റ്. 2020 ലോകകപ്പിൽ ഭാരതത്തിന്റെ തുടർച്ചയായ 12ാം വിജയമാണിത്. വിവരങ്ങളുമായി VS കൃഷ്ണരാജ് ചേരുന്നു. കൃഷ്ണ, പറയൂ. രോഹിണി, നിലവിലെ ചാമ്പ്യന്മാരാണ് ഭാരതം. അതുൾപ്പെടെ 2020 ലോകകപ്പിലെ 8 വിജയങ്ങൾ, ഇപ്പോഴത്തെ 4 വിജയങ്ങൾ, അങ്ങനെ തുടരെ 12 വിജയങ്ങൾ 2020 ലോകകപ്പിൽ ഭാരതം നേടുന്നു. അജയ്യരായി കുതിക്കുന്നു. ഇവിടെ 17 റൺസിനാണ് ഇന്ന് നെതർലൻഡ്സിനെ തോൽപ്പിച്ചത്. ആധികാരികമായ വിജയമൊന്നും ആയിരുന്നില്ല. നെതർലൻഡ്സ് പൊരുതി. ഒരുപക്ഷെ ദയനീയമായി പരാജയപ്പെടും എന്ന് തോന്നിയ ഇടത്തു നിന്ന് മധ്യനിരയിലെ ബാറ്റ്സ്മാൻമാരുടെ കരുത്തിൽ അവർ 17 റൺസിന്റെ പരാജയം മാത്രമാണ് ഏറ്റുവാങ്ങിയത്. തലയുയർത്തിയാണ് നെതർലൻഡ്സിന്റെ മടക്കം. 194 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നെതർലൻഡ്സ് 7 വിക്കറ്റിന് 176 റൺസ് എടുത്താണ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. അവരുടെ ആദ്യ 4 ബാറ്റർമാരും 20 അതിനു മുകളിലോ റൺസ് അടിച്ചു എന്ന പ്രത്യേകതയുണ്ട്. മാത്രമല്ല, അവസാന ഓവറുകളിൽ മധ്യനിരയിൽ ലിയോൺ കാച്ചറ്റും നോ ക്രോർസും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷെ അവർക്ക് വിജയത്തിലേക്ക് എത്താനായില്ല. ഇവിടെ എടുത്തു പറയേണ്ടത് വരുൺ ചക്രവർത്തിയുടെ ബൗളിംഗ് മികവാണ്. 3 ഓവറിൽ 14 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് വീഴ്ത്തി വരുൺ ചക്രവർത്തി. ജസ്പ്രീത് ബുംറയ്ക്ക് 1 വിക്കറ്റ്, ഹർദിക് പാണ്ഡ്യയ്ക്ക് 1 വിക്കറ്റ്, ശിവം ദുബെയ്ക്ക് 2 വിക്കറ്റ്. ശിവം ദുബെ മികച്ച പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. ബാറ്റിംഗിൽ 31 പന്തിൽ 66 റൺസുകളാണ് ശിവം ദുബെ സ്കോർ ചെയ്തത്. അതിലാകട്ടെ 6 സിക്സറുകളും 4 ബൗണ്ടറികളും ഉണ്ടായിരുന്നു. സൂര്യകുമാർ യാദവ് 34, തിലക് വർമ്മ 31, ഹർദിക് പാണ്ഡ്യ 30 റൺസ് എടുത്തു. അങ്ങനെ ഭേദപ്പെട്ട ഒരു സ്കോറിലേക്ക് പോവുകയായിരുന്നു. ഏതായാലും സൂപ്പർ 8-ൽ മത്സരിക്കുന്നതിന് മുൻപത്തെ മത്സരത്തിൽ ആധികാരികമായ വിജയം കണ്ടെത്താനായില്ല. അഭിഷേക് ശർമ്മ തുടരെ 3 കളികളിൽ 0-ന് പുറത്താകുന്നു. തിലക് വർമ്മയ്ക്കും സൂര്യകുമാർ യാദവിനും അത്ര എളുപ്പത്തിൽ റൺസ് എടുക്കാൻ കഴിഞ്ഞില്ല. ഇഷാൻ കിഷനാകട്ടെ 18 റൺസ് എടുത്ത് പുറത്താകുന്നു. അവിടെ ശിവം ദുബെയുടെ ഇന്നിംഗ്സ് ആണ് ഭാരതത്തിന് മികച്ച ഒരു സ്കോർ 193 എന്ന സ്കോർ നേടാൻ സഹായകരമായത്. ഏതായാലും ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഈ ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളും 4-ൽ 4 ജയിച്ചാണ് ഭാരതത്തിന്റെ മുന്നേറ്റം എന്നത് എടുത്തു പറയണം. അത് ഒരുപക്ഷെ മറ്റു ടീമുകൾക്ക് ആശങ്കയോടെ നോക്കിക്കാണേണ്ടി വരും. 22-ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ, 26-ന് സിംബാബ്വെക്കെതിരെ, മാർച്ച് 1-ന് വെസ്റ്റ് ഇൻഡീസിനെതിരെ. ഇതാണ് ഭാരതത്തിന്റെ വരാനിരിക്കുന്ന സൂപ്പർ 8-ലെ മത്സരങ്ങൾ. രോഹിണി. ശരി, VS കൃഷ്ണരാജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.